ഫാറ്റി ലിവർ നമ്മുടെ മാറിയ ജീവിതശൈലി കാരണം കൊണ്ട് ഇന്ന് കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് തന്നെയാണ് ഫാറ്റി ലിവർ അല്ലേ. നമ്മളൊരു 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 3 പേർക്ക് ഈ ഫാറ്റി ലിവറുടെ പ്രശ്നമുണ്ട്. ഇന്ന് പ്രായോ അല്ലെങ്കിൽ ലേഡീസോ പുരുഷന്മാരെന്ന് അല്ലെങ്കിൽ ഇന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഈ ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രോഗ്രഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമുക്ക് ഈ ഫാറ്റി ലിവർ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഈ ഫാറ്റി ലിവർ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ എ പ്രിൻസി ഖദീജ ഫാത്തിമ, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്. ലിവർ അഥവാ കരൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയിലൊന്നാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇത് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റാണ് കഴിക്കുന്നെങ്കിൽ അതിനെ ഊർജ്ജമായി കൺവേർട്ട് ചെയ്യാൻ ഈ ലിവറാണ് സഹായിക്കുന്നത്. ഇതിന് പുറമെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്നപ്പോൾ മീൻ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തത്തെ പല മാലിന്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അതിൽ നിന്നുണ്ടാവുന്ന ടോക്സിൻസ് നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാം. സോ ഈ ടോക്സിൻസിനെ ഡീടോക്സിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നതും ഈ ലിവർ തന്നെയാണ്. അങ്ങനെ ഒത്തിരിയേറെ ഫങ്ഷൻസ് ആണ് ഈ ലിവറിനുള്ളത്. ഓക്കെ, സോ ഇതിനെന്തെങ്കിലും കൊഴുപ്പ് കൂടുതലായിട്ട് വരുമ്പോൾ, അപ്പോൾ നമ്മൾ നോർമലി ഒരു ലിവറിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല കൊളസ്ട്രോളിനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള കൊഴുപ്പുകളൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മുടെ ലിവറിൻ്റെ ഭാരത്തിനേക്കാളും ഒരു 8 to 10% കൊഴുപ്പ് അടിഞ്ഞു ചേരുമ്പോഴാണ് ഇതിന് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ കോശങ്ങളിൽ 8 to 10% ഈ ലിവറിൻ്റെ ഭാരത്തിൻ്റെ കൂടുതൽ ഈ കൊഴുപ്പ് അടിഞ്ഞു ചേരുമ്പോഴാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഈ ഫാറ്റി ലിവറിനെ തന്നെ നമുക്ക് പ്രധാനമായിട്ടും 3 ഗ്രേഡായിട്ട് തരംതിരിക്കാൻ പറ്റും. അതിൽ ഏറ്റവും തുടക്കത്തിൽ പറയുന്നത് ഗ്രേഡ് 1 ആണ്. ഗ്രേഡ് 1 ഫാറ്റി ലിവർ. തീർച്ചയായിട്ടും ഈ കൊഴുപ്പിൻ്റെ അംശം ഒരു 8 to 10% വരെയാണെങ്കിൽ ഇതിനെ നമ്മൾ ഗ്രേഡ് 1 എന്നും, 10 to 12% വരെ കൊഴുപ്പ് കൂടുതൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡ് 2 എന്നും, 15% മുകളിലാണെങ്കിൽ ഗ്രേഡ് 3 എന്നും പറയും. ഈ ഗ്രേഡ് 3 ആണ് പിന്നീട് ഒരു സ്കാറിങ്ങും ഫൈബ്രോസിസും ഒക്കെ നടന്നിട്ട് പിന്നെ അടുത്ത ഘട്ടമായിട്ട് അത് ലിവർ സിറോസിസിലേക്ക് പോകും. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലിവർ സിറോസിസിലേക്ക് പോകാൻ കാരണമാവുന്നുണ്ട്. ഇനി പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാറ്റി ലിവർ തന്നെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൽക്കഹോളിക്കും ഉണ്ട്, നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. അപ്പോൾ ആൽക്കഹോളിക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുമല്ലോ അല്ലേ. എങ്ങനെയായിരിക്കും, അതായത് മദ്യപാനികൾക്കൊക്കെ കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ മദ്യത്തിൽ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നൊരു ടോക്സിൻ അടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലിവറിലെ സെൽസിനെ ഡാമേജ് ചെയ്തിട്ട് ഈവൻ ക്യാൻസറിലോട്ട് വരെ കാരണമായേക്കാം എന്ന് പറയുന്നുണ്ട്. ലിവർ ക്യാൻസറിലേക്ക് വരെ കാരണമായേക്കാം. ഇത് പിന്നീട് ഇതിലൊക്കെ ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടാക്കാനപ്പോൾ സ്വാഭാവികമായിട്ടും കാരണമാവും. ഇങ്ങനെ വരുന്ന ഫാറ്റി ലിവേഴ്സ് വരുന്നതാണെങ്കിൽ നമ്മൾ ആൽക്കഹോളിക് ആയിട്ട് വരുന്നത് നമുക്ക് പറയാം. ഇനി അതല്ല, നോൺ ആൽക്കഹോളിക് ഉണ്ട്. അതായത് ഒന്നെങ്കിൽ നമ്മുടെ മാറിയ ജീവിതശൈലി കാരണം കൊണ്ട്, അതായത് ഭക്ഷണം. ഓക്കെ, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാട്ടിലും കൂടുതൽ അളവിൽ നമ്മൾ ഫുഡ് ഇൻടേക്ക് കൂടുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ വരാം. ഇനി അതല്ല, ചില മെറ്റബോളിക് ഡിസീസസ് കാരണം കൊണ്ട്, അതായത് നമ്മുടെ ഷുഗർ, BP, അമിതമായുള്ള കൊളസ്ട്രോൾ, ഇതൊക്കെ കാരണം കൊണ്ടും വരാം. പിന്നെ ചില മെഡിക്കേഷൻസ് കാരണം കൊണ്ട്, നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ, കോർട്ടിക്കോസ്റ്റെറോയിഡ് പോലത്തുള്ള മരുന്നുകൾ കാരണം കൊണ്ട് ഇത് വരാം. പിന്നെ നമ്മൾ പ്രോപ്പറായിട്ട് വ്യായാമം ഇല്ലാതെ സെഡൻറ്ററി ലൈഫ് നടക്കുന്നത് കൊണ്ട്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാനുള്ള കാരണങ്ങൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ശ്രദ്ധ, നമ്മുടെ ശരീരത്തിനെ ഒന്ന് ഇഷ്ടപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് അതിന് വേണ്ട പരിഗണന കൊടുക്കുമ്പോൾ തന്നെ ഇതൊക്കെ നമുക്ക് ഒരു പരിധി വരെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത് തന്നെയുള്ളൂ, ഗ്രേഡ് 3 ആണെങ്കിലും. ഓക്കെ, പക്ഷെ അതിൽ കൂടുതൽ ഇതിനെ ശ്രദ്ധിക്കാതെ വിടുമ്പോഴാണ് പലപ്പോഴും ഇത് സിറോസിസിലോട്ടും ഒക്കെ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായിട്ട് പറയുമ്പോൾ പലപ്പോഴും ഈ ഫാറ്റി ലിവറിൻ്റെ സിംറ്റംസ് നമുക്ക് പറയുന്ന സമയത്ത് പല സാഹചര്യങ്ങളിലും, കാരണം എന്താ, ഗ്രേഡ് 1 ഒക്കെ ആണെങ്കിൽ യാതൊരു സിംറ്റംസ് ഒന്നും വലുതായിട്ട് ഉണ്ടാവില്ല. ഇനി ഗ്രേഡ് കൂടി പോകുന്തോറും ആണെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു നമ്മുടെ റൈറ്റ് സൈഡിൽ അപ്പർ ക്വാഡ്രൻ്റ് അവിടെ ഡയഫ്രത്തിൻ്റെ തൊട്ട് താഴെയായിട്ട്
വയറിന് തൊട്ട് മുകളിലുമായിട്ട് ഒരു ചെറിയൊരു വേദന അനുഭവപ്പെടാം, അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് അനുഭവപ്പെടാം, ചിലപ്പോൾ ഒരു ക്ഷീണം, അങ്ങനെ റെയറായിട്ട് മാത്രമാണ് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഫാറ്റി ലിവറിന് കാണിക്കുന്നുള്ളൂ. അതും അത്രയും ഗ്രേഡ് കൂടിയാൽ മാത്രമേ അങ്ങനെ കാണിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് സിറോസിസിലോട്ടൊക്കെ പോകുമ്പോഴാണ്, പലപ്പോഴും ഗ്രേഡ് 3 ഒക്കെ കടന്ന് പോകുമ്പോഴാണ് പലപ്പോഴും കാലിൽ നീര് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ നമ്മുടെ ലിവറിൽ വരുന്ന സമയത്ത് നമ്മൾ ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും SGPT ഒക്കെ പലപ്പോഴും ചെറുതായിട്ട് കൂടി നിൽക്കുന്നത് പോലെ കാണാം. പക്ഷേ ഗ്രേഡ് 1 പറയുമ്പോൾ എത്രത്തോളം അത് കൂടുന്ന ഇൻക്രീസ് എന്ന് പറയുമ്പോൾ വളരെ റെയറായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഗ്രേഡ് കൂടുന്തോറും ആണ്. ഇപ്പോൾ പലപ്പോഴും ഈ ഗ്രേഡ് 1 ഒക്കെ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത്, ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ അവർക്ക് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിന് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ നമ്മൾ സ്കാനിങ്ങിന് എഴുതി കൊടുക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഇതിന് ഫാറ്റി ലിവർ ഉണ്ടെന്ന് കാണുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പുരുഷന്മാരില്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് പലപ്പോഴും അങ്ങനെ ആയിരിക്കും നമുക്ക് ഗ്രേഡ് 1 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാറുള്ളത്. അപ്പോൾ നിസ്സാരമായിട്ടുള്ള ചില ഡയറ്റുകൾ, അപ്പോൾ അത് എന്തൊക്കെ കഴിക്കാം, ഫാറ്റി ലിവർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ അസുഖമുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ട് ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ മെയിനായിട്ട് മദ്യപാനം, സ്മോക്കിങ് തീർച്ചയായിട്ടും ഉപേക്ഷിച്ചേ മതിയാവും. പിന്നെ അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, അതേപോലെ തന്നെ കൃത്യമായ ഇടവേളകളിലല്ലാതെ കഴിക്കുന്ന, അനാവശ്യമായിട്ട് കഴിക്കുന്ന, ഇതായിട്ട് കഴിക്കുന്ന ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. ഓവർ ഫ്രൈഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതൽ കഴിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഡാൽഡ, വനസ്പതി പോലത്തുള്ള ട്രാൻസ് ഫാറ്റുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ, പിന്നെ നല്ല ഫൈബർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഫാറ്റി ലിവർ വരുമ്പോൾ. പിന്നെ നമ്മൾ ചെയ്യുന്ന എന്തൊക്കെ ടിപ്സ്, ഈ ഫാറ്റി ലിവർ വരുന്ന ഒരാൾക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ പ്രധാനമായിട്ടും തീർച്ചയായിട്ടും നന്നായിട്ട് ഒന്ന് ഉറങ്ങുക. ഓക്കെ, നിങ്ങളുടെ സ്ട്രെസ് ലെവൽ നന്നായിട്ട് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ അതിനോടൊപ്പം തന്നെ എക്സസൈസ് ദിവസേന ഒരു 30 to 45 മിനിറ്റ് തീർച്ചയായിട്ടും ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് തന്നെ ചെയ്യാം. ഇതിനോടൊപ്പം നിങ്ങൾ വീട്ടിലിരുന്ന് നമ്മുടെ അര വെള്ളരിക്കായും ക്യാരറ്റും അതേപോലെ തന്നെ 1/4 പീസ് ബീട്രൂട്ടും ഒലിവ് ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ഏതെങ്കിലും ഒരു നേരം സ്ഥിരം കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ലിവറിനൊക്കെ. പിന്നെ അതേപോലെ തന്നെ കീഴാർനെല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളം ദിവസം കുടിക്കുന്നത് നമ്മുടെ ലിവറിനെ എല്ലാം ഒന്ന് പ്രവർത്തനത്തിൽ ഫങ്ഷൻസിനൊക്കെ ഒന്ന് കൂട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് കൃത്യമായി നല്ല ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മാസം ഓരോ 10 ദിവസത്തിൽ ഉള്ള കൃത്യമായിട്ട് ഈ ഒരു മാസം ഇത് ഫോളോ ചെയ്യാം. ആദ്യത്തെ 10 ദിവസം ഒരു ഗ്ലാസ് മോരിലെടുക്കുക, അതിലേക്ക് ഒരു 2-3 ചെറിയ ഉള്ളിയും ഒരു തണ്ട് കരിവേപ്പിലയും മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുക. ഇനി അടുത്ത 10 ദിവസത്തേക്ക്, അതായത് 11 മുതൽ 20ാമത്തെ ദിവസം വരെ 1.5 ടീസ്പൂൺ ബാർലി പൗഡർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് അത് കുടിക്കുക. ഇനി അടുത്തത്, അതായത് 21ാമത്തെ മുതൽ 30ാമത്തെ ദിവസം വരെ, ആ ഒരു മാസത്തിൽ 21 മുതൽ 30ാമത്തെ ദിവസം വരെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 നെല്ലിക്കായും അതേപോലെ തന്നെ അത് ഒരു നുള്ളു മഞ്ഞളും ചേർത്ത് ഒരു കരിവേപ്പിലേൻ്റെ ഒരു പട്ട കരിവേപ്പിലയും ചേർത്ത് അത് മിക്സ് ചെയ്ത് കുടിക്കുക. ഇത്രയും നിങ്ങൾ ഒരു മാസം ചെയ്തു വരുമ്പോൾ തന്നെ ഏറെക്കുറെ സ്റ്റാർട്ടിങ് സ്റ്റേജിലിരിക്കുന്ന ഫാറ്റി ലിവർ എല്ലാം റിവേഴ്സിബിൾ ആണ്. ഇതിനോടൊപ്പം തന്നെ പ്രോപ്പറായിട്ടുള്ള എക്സസൈസും ഹൈ ന്യൂട്രീഷ്യസ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം. ഫ്ലാക്സ് സീഡ്സ് പൊടിച്ച് അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ദിവസം രാത്രി കഴിക്കുന്നത് ഈ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനും സഹായിക്കും. ഇത്രയും നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതുമൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിലൂടെ നിങ്ങൾക്ക് നല്ല റെമഡീസ്, യാതൊരുവിധ സൈഡ് എഫക്റ്റും ഇല്ലാതെ ഇത് റിവേഴ്സിബിൾ ആണ്. ഓക്കെ, പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസിലൂടെയും നിങ്ങളിത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഫാറ്റി ലിവർ മറ്റൊരു കോംപ്ലിക്കേഷനിലോട്ടും പോവാതെ തന്നെ നോർമലാക്കാൻ പറ്റാവുന്നതാണ്. ഇത്രയും ഹോം റെമഡീസ് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഒരുവിധമുള്ള ഫാറ്റി ലിവർ എല്ലാം നിങ്ങൾക്ക് റിവേഴ്സിബിൾ ആയിരിക്കും. ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പുറം നാട്ടുകളിലോ അല്ലെങ്കിൽ ഈ ഫാറ്റി ലിവറായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്